ചെയ്യാൻ പറ്റുമോ? പേരോൾ ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഇതിലെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തൊരു പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയൊക്കെ നമുക്കറിയാം അല്ലേ? കാരണം നമ്മളിപ്പോൾ എക്സൽ നല്ലതൊക്കെ പഠിച്ചു, എക്സലിൽ ഓരോ ഫോർമുലകൾ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് പഠിച്ചു. അപ്പോൾ എന്നാലും ഈ ഒരു ഷീറ്റ് കണ്ടാൽ നമുക്ക് ഇത് എന്തോ ഒരു വലിയൊരു സംഭവം തോന്നും. പക്ഷേ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേരോൾ മാനേജ് ചെയ്യാൻ പറ്റും. ആ പേരോൾ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞു, ആദ്യം വേണ്ടത് എന്താണ്? ഒരു മാസത്തെ അറ്റൻഡൻസ് എടുക്കുക. ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? പേരോളിൻ്റെ പ്രോസസ്സ് തുടങ്ങേണ്ടത് അവിടുന്നാണ്. അതിൻ്റെ മുമ്പ് തുടങ്ങേണ്ട ഒരു കാര്യം കേട്ടോ. അറ്റൻഡൻസിൻ്റെ മുമ്പ് ചില കമ്പനികളിലൊക്കെ ജോയിനിങ് ഡേറ്റ് അടിസ്ഥാനത്തിൽ വർഷത്തിൽ ആനുവലി ഇൻക്രിമെന്റ് കൂടുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാവും. എന്തടിസ്ഥാനത്തിലാണ്? ചില കമ്പനികൾ എന്തായിരിക്കും ഒരു മന്തിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് കൂടുക. ജനുവരി മാസം സാലറി കൂടും, എല്ലാ ജനുവരി മാസം നമുക്ക് പ്രതീക്ഷിക്കാം, അന്നത്തോടുകൂടി കഴിയും. എന്നാൽ ചില കമ്പനികൾ അങ്ങനെ ആവില്ല, ആനുവൽ ഇൻക്രിമെന്റ് ഉണ്ടാവും ജോയിനിങ് അടിസ്ഥാനത്തിൽ. ഒരാൾ ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്തതെങ്കിൽ ഫെബ്രുവരി ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ ഫെബ്രുവരിയിൽ എന്ത് കിട്ടും? സാലറി കിട്ടും. മാർച്ചിൽ ജോയിൻ ചെയ്തവർക്ക് അടുത്ത മാസമേ കിട്ടുള്ളൂ. വർഷം പൂർത്തിയാവുന്നതാണ് അവിടെ കണക്ക്. അപ്പോൾ അറ്റൻഡൻസ് നോക്കുന്നതിന് മുമ്പ് ആദ്യം എടുക്കേണ്ട ഒരു അപ്രൂവൽ എന്താണെന്ന് വെച്ചാൽ ഈ മാസം ഇൻക്രിമെന്റ് കൂടാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് മാനേജ്മെന്റിന്റെ ഒക്കെ പോയിട്ട് അവരുടെ ഇൻക്രിമെന്റ് റേഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് അപ്ഡേറ്റ് ചെയ്യണം? പേരോളിലെ അവരുടെ ബേസിക് സാലറി കാര്യങ്ങൾ അപ്ഡേഷൻ വരുത്തണം. കഴിഞ്ഞ മാസം വരെ അവരുടെ സാലറി എത്രയായിരുന്നു? 2000 ആണ്. ആസ് പെർ ഇതനുസരിച്ച് ഈ മാസം ഇവർക്ക് സാലറി കൂട്ടണം. അപ്പോൾ അവരുടെ ലിസ്റ്റേഴ്സ് പോയി 10 ആൾക്കാരുണ്ടെങ്കിലും ഒരാൾക്ക് 2000 ഉള്ള ഒരാൾക്ക് കമ്പനി 150 ചെയ്യേണ്ട പണി എന്താണ്? ആ മാസത്തെ ഇൻക്രിമെന്റ് കൂടാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഇതൊന്നല്ല, അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ പറയുന്നത് ഒരു മാസത്തെ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡേറ്റ് എന്തല്ല? 1-31 ആണോ? എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത് ഡേറ്റ്? നമ്മള് ആ കമ്പനിയിൽ സാധാരണ പേറോളിന്റെ ഒരു ബ്രാക്കറ്റ് ഡേറ്റ് ഉണ്ടാവും. ഒരു ചെറിയ കമ്പനിയാണ്, 300 ആൾക്കേ ഉള്ളൂ. എത്ര ദിവസം മതി പേറോളിൽ ഇരിക്കാൻ? അറ്റൻഡൻസ് ബേസ് കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്യാൻ ഒരു 1.5 ദിവസത്തെ പണിയുള്ളൂ, അല്ലെങ്കിൽ 1 ദിവസത്തെ പണിയുള്ളൂ. പേറോൾ ഒന്ന് നമുക്ക് തുടങ്ങിയാൽ 28-ാം തീയതി തുടങ്ങിയാൽ മതി. 28-29 പേറോളിൽ ഇരുന്നു, 2 ദിവസം പേറോൾ സ്പെഷ്യലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു 30-ാമത്തെ ദിവസം ആർക്ക് കൊടുത്തു? ഫൈനാൻസ് മാനേജർക്ക് കൊടുത്തു. 30 വെരിഫൈ ചെയ്തു 31-ാമത്തെ ദിവസം. അപ്പോൾ അവിടെ എന്ത് തുടങ്ങും? അവിടെ ആ കമ്പനിയുടെ സിസ്റ്റം കാണി 28-27 നേരെ മറിച്ച് ഒരു 4000 സ്റ്റാഫുകളുടെ കമ്പനിയാണ്. എന്ന് തുടങ്ങേണ്ടി വരും? 21-20 തുടങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡേറ്റ് എടുക്കൽ എങ്ങനെയാണ്? മനസ്സിലായോ? ആ കമ്പനിയിൽ ആ പേറോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം കണ്ടിട്ടുള്ള ഡേറ്റ് ആണ് എടുക്കുക. അപ്പോൾ ആ 21-ാം തീയതിക്ക് ശേഷം ഒരാൾ ആബ്സെന്റ് ആയാൽ അവരുടെ സാലറി ഡിഡക്ഷൻ എപ്പോഴാണ് വരിക? അടുത്ത മാസത്തേക്ക് വരിക. മനസ്സിലായോ? അപ്പോൾ പേറോളിന്റെ ഫസ്റ്റ് പ്രോസസ് ഇൻക്രിമെന്റ്, ആർക്കെങ്കിലും ബേസിക് സാലറിയിലോ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. മാനേജ്മെന്റ് അപ്രൂവൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ട പണിയാണത് എത്ര അവരുടെ അറ്റൻഡൻസ് എടുത്തിട്ട് അറ്റൻഡൻസ് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ ഇടുക. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും സാലറി ഓവർ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡീഷൻസ് ഉണ്ടെങ്കിൽ അഡീഷൻ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഡിഡക്ഷൻ ഉണ്ടാകും, കമ്പനിയിൽ നിന്ന് ലോണോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാകും, അത് അവർക്ക് എന്ത് ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ട് കമ്പനിക്ക് ഫൈനോ കാര്യങ്ങളൊക്കെ ചില വിഷയങ്ങൾ ലേറ്റ് ഫൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് HR-ന്റെ ഭാഗത്ത് നിന്ന് കമ്പനിക്ക് കിട്ടുന്ന ഒരു ഇൻകാണ്. നമ്മൾ അറ്റൻഡൻസ് പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാലാണ് ഈ ഇത് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ലേറ്റ് ഫൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്തു ഫൈനൽ എന്ത് കിട്ടും? നെറ്റ് സാലറി കിട്ടും. അപ്പോൾ ഒരു പേറോളിൽ മൊത്തം 3 ഷീറ്റ് ഉണ്ടാവും. ഒന്നെന്താണ്? പേറോളിന്റെ മാസ്റ്റർ ഷീറ്റ്, അല്ലാതെ എംപ്ലോയി ഫയലല്ല. പേറോളിന് മാത്രം ഒരു പേറോളിന്റെ ഒരു മാസ്റ്റർ ഷീറ്റ് ഉണ്ടാവും. അതിലെന്തൊക്കെയുള്ളത് ഇത് കണ്ടില്ലേ? എന്തൊക്കെയുള്ളത് അല്ലേ? നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, എംപ്ലോയി കോഡ്, ID കോഡ്, പേര്, ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോർ അല്ലേ, ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പേറോളിന്റെ ഒരു മാസ്റ്റർ ഷീറ്റാണ്. ഓക്കെ, ഈ ഷീറ്റ് നമ്മുടെ ഇന്റേണലി ഉള്ള കാര്യത്തിനുള്ളതാണ്, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ പേറോൾ ചെയ്യേണ്ടത് എന്താണ്? WPS സിസ്റ്റം വഴിയാണ് പേറോൾ ചെയ്യേണ്ടത്. WPS സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേജ് പ്രൊട്ടക്റ്റഡ് സിസ്റ്റം. അതിന് വേണ്ടിയിട്ട്
നമ്മൾ എന്ത് ചെയ്യും, പേറോൾ ബാങ്ക് ത്രൂ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാങ്ക് ഫയൽ ഉണ്ടാവും. സ്പെഷ്യലായിട്ട് ഒരു ബാങ്ക് ഫയൽ ഉണ്ടാവും. അതിലുള്ള ഡാറ്റകൾ ഇത്ര ഉണ്ടാവും. നോക്കുകയാണെങ്കിൽ ബാങ്ക് ഫയലിൽ എന്താ ഉള്ളൂ, ബാങ്ക് ഫയലിൽ ഈ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാവും. ആകെ ഉള്ളത് എന്താണ്, ബാങ്ക് ഏതാണ്, ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, എംപ്ലോയി കോഡ്, നെയിം ഓഫ് എംപ്ലോയി, അവരുടെ ടോട്ടൽ സാലറി എത്രയാണ്, അവർക്ക് ബേസിക് സാലറി എത്രയാണ്, അവരുടെ എന്താണ്, അവരുടെ ഡെസിഗ്നേഷൻ, ഇതൊക്കെ ബാങ്കുകാർക്ക് അറിയണം. വേണ്ട, പക്ഷെ എന്ത് വേണം, അവരുടെ ID നമ്പർ വേണം, ഇക്കാമ നമ്പർ. ഇത്ര കാര്യങ്ങൾ എന്തിനുണ്ടാവുള്ളൂ, ബാങ്ക് ഫയലിലുണ്ടാവുള്ളൂ. ഇതിനൊക്കെ പുറമെ അപ്പോൾ എന്തൊക്കെ ഷീറ്റാണുള്ളത്, ഒന്ന് എന്താണ് പേറോളിൻ്റെ മാസ്റ്റർ ഷീറ്റ്, അതിൽ എല്ലാ ഡാറ്റകളുണ്ടാവും. പിന്നെ എന്താ പറയുക, ബാങ്ക് ഡീറ്റെയിലും, പിന്നെ ഇക്കാമ നമ്പറും, നെറ്റ് സാലറി, എംപ്ലോയി കോഡ് മാത്രമുള്ള ബാങ്ക് ഫയൽ. അത് കഴിഞ്ഞാൽ റീകൺസിലേഷൻ ഷീറ്റ് എന്ന് പറയും. റീകൺസിലേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ സാലറിയും ഈ മാസത്തെ സാലറിയും തമ്മിൽ, അല്ലെങ്കിൽ ഗ്രോസ് സാലറി തമ്മിലുള്ള വേരിയേഷൻ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റീകൺസിലേഷൻ ഷീറ്റ്